Good afternoon, children. Today, let us start our new topic geometry. Geometry is a branch of mathematics that studies the sizes, shapes, positions, angles, and dimension of things. Geometry എന്നുള്ളത് മാത്സിലെ ഒരു പാർട്ടാണ്, ഒരു ഭാഗമാണ്. അതിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? സൈസസ്, ഷേപ്സ്, പൊസിഷൻസ്, ആംഗിൾസ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഡൈമെൻഷൻസ് പറഞ്ഞാൽ മെഷർമെൻറ്റ്സ്. ഇതിനെയൊക്കെ പറ്റി മാത്രം പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ്, മാത്സിലെ ഒരു ബ്രാഞ്ചാണ് ജോമെട്രി. ഇൻ ദ പ്രീവിയസ് ലെസൺ യു ലേൺ അബൌട്ട് നമ്പർ സിസ്റ്റം അല്ലേ? അവിടെ നമ്മളിങ്ങനെ ഡ്രോയിങ് ഒന്നും പഠിച്ചിട്ടില്ല. സോ ജോമെട്രിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ സൈസസ്, ഷേപ്സ്, പൊസിഷൻസ്, ആംഗിൾസ് ആൻഡ് മെഷർമെൻറ്റ്സ് ഓഫ് തിങ്സ്. ഓക്കെ, there are few terms that we are using in geometry. The terms are point, line segment, ray, right angle, acute angle, obtuse angle. That is different types of angles also. ഇതിനൊക്കെ പറ്റിയിട്ട് നമ്മൾ ജോമെട്രിയിൽ പഠിക്കും. ഓക്കെ, ഫസ്റ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ അബൌട്ട് പ്ലെയിൻ, ചിൽഡ്രൻ. പ്ലെയിൻ മീൻസ് സപ്പോസ് യു ആർ റൈറ്റിംഗ് സംതിങ് ഇൻ യുവർ മാത്സ് നോട്ട്ബുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാത്സ് നോട്ട്ബുക്കിൽ ഒരു പേജ് എടുക്കും അല്ലേ? That page is a plane surface. മനസ്സിലായോ? A plane in geometry is defined as a two-dimensional flat surface. ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആണ്. നമ്മുടെ ബുക്കിലെ പേജ് ഫ്ലാറ്റ് ആയിട്ടല്ലേ ഇരിക്കുക, വളഞ്ഞിട്ടല്ലല്ലോ ഇരിക്കുക. ദാറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ഇൻഫിനിറ്റ്ലി. പ്ലെയിനിന് സൈസ് ഒന്നുമില്ല. ഓക്കെ, നമുക്കത് എങ്ങനെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ഒരു റൂമിലെ ഫ്ലോറ്, ഇറ്റ് ഈസ് ഓൾസോ എ പ്ലെയിൻ. അതിന് സൈസ് ഒന്നുമില്ല. Okay, the plane is sometimes called a two-dimensional surface. Plane in a two-dimensional surface എന്ന് പറയും, because അതിന് ലെങ്ത്തും വിഡ്ത്തും ഉണ്ട്. ലെങ്ത്തും വിഡ്ത്തും. This is the length of a plane and this is the width of a plane. അപ്പോൾ ടു മെഷേഴ്സ്മെൻ്റ് ഉള്ളത് കൊണ്ട് അതിനെ എന്ത് പറയും? two-dimensional surface. Okay. Next term in geometry is point. Point is an exact location. Exact location എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടീച്ചർ പറയുകയാണ്, ലുക്ക് അറ്റ് ദിസ് പ്ലേസ് എന്ന് പറഞ്ഞു ടീച്ചർ. ലുക്ക് അറ്റ് ദിസ് പ്ലേസ് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചു. അപ്പോൾ ഈ പ്ലേസിലേക്ക് നിങ്ങൾ നോക്കണം അല്ലേ? ദാറ്റ് ഈസ് എ ലൊക്കേഷൻ. അപ്പോൾ ടീച്ചർ ഇവിടെ കാണിക്കുമ്പോൾ ഒരു പോയിൻ്റ് ഇട്ട് കാണിച്ചു. ഓക്കെ, that is a point. It has no size and shape. പോയിൻറ്റിന് സൈസും ഷേപ്പും ഒന്നുമില്ല. ഹിയർ ഇൻ ദിസ് എക്സാമ്പിൾ, ദിസ് ഈസ് പോയിൻ്റ് എ. പോയിൻ്റ് എ കണ്ടോ? പോയിൻ്റ്. പോയിൻറ്റ്സ് ആർ നെയിംഡ് വിത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. പോയിൻറ്റ്സ് നെയിം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യണം. വി ക്യാൻ യൂസ് എനി ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ. Next is line. Line is a straight path that goes in two directions without ending. Line is a straight path. ടീച്ചർ ഇവിടെ ഇങ്ങനെ കുറേ പോയിൻറ്റ്സ് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതിനെല്ലാം ഇങ്ങനെ ജോയിൻ ചെയ്തു. ഇനി ടീച്ചർക്ക് കുറേ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം, അതിനെയൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഇങ്ങനെ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ലൈന് കിട്ടും. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് പാത്ത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പാത്താണ് ലൈന്. ഇറ്റ് ഗോസ് ഇൻ ടു ഡയറക്ഷൻ വിത്തൗട്ട് എൻഡിങ്. എൻഡിങ് ഇല്ല. അപ്പോൾ ഇത് എൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ എങ്ങനെ കാണിക്കുക? ബൈ ഡ്രോയിങ് ടു ആരോസ് അറ്റ് ദ എൻഡ് പോയിന്റ്. ലൈനിൻ്റെ എൻഡ് പോയിന്റിൽ ഇങ്ങനെ ആരോസ് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരച്ച് ഇങ്ങനെ രണ്ട് ആരോസ് ഇട്ടാൽ which is a line. This arrow shows it will continue. Okay, it has no end points. ഇനി നമ്മൾ ഈ ഗിവൺ എക്സാമ്പിളിൽ ഈ ലൈനിന് എന്താ നെയിം ചെയ്തിരിക്കുന്നത്? ക്യാപിറ്റൽ ലെറ്റർ എ ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ ബി. ഇതിനെങ്ങനെ വായിക്കണം? ലൈൻ എ ബി. ലൈൻ എ ബി. ഓക്കെ, യു ക്യാൻ യൂസ് എനി ക്യാപിറ്റൽ ലെറ്റർ ടു റെപ്രസെൻറ്റ് എ ലൈൻ. Next is line segment. A line segment has two endpoints. This is the difference between a line and a line segment. Understood? I told you a line has no endpoints.
അല്ലേ? How will we show it has no endpoints? By drawing two arrows at the end. But here in this example, this line segment has two endpoints. The endpoints are E and F. നമ്മൾ ഇതിനെ എന്താ വായിക്കേണ്ടത്? ലൈൻ സെഗ്മെന്റ് EF. Line segment EF. Okay. So what is the difference between a line segment and a line? A line has no endpoints, but a line segment has two endpoints. Okay, these two points are endpoints of this line segment. We can read it as EF, line segment EF. Okay. Next is a ray. Ray എന്നുള്ള വേർഡ് നിങ്ങൾ എവിടെയാണ് കേട്ടിരിക്കുന്നത്? സൺ റേസ് അല്ലേ? സണ്ണിൽ നമ്മൾ സണ്ണ് വരയ്ക്കുമ്പോൾ റേസ് വരയ്ക്കില്ലേ? എങ്ങനെ വരയ്ക്കുക? സണ്ണിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കും, എന്നിട്ട് ഇതങ്ങനെ വരയ്ക്കും അല്ലേ? സൺ റേസ്. കണ്ടോ? ഇതന്നെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്ന റേസ്. So children, this is a ray. Children, here ഇവിടെ നമ്മൾ ആരോ ഇട്ടിട്ടില്ല, ഈ സൈഡ് ആരോ ഇട്ടിട്ടുണ്ട്. That shows a ray has one endpoint and goes on forever in one direction. That is, a ray starts out at a point, ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് and continues off infinitely. ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകും. ഇൻഫിനിറ്റ് പറഞ്ഞാൽ എൻലെസ്, അവസാനമില്ലാതെ പോകുന്നതിനാണ് ഇൻഫിനിറ്റ് എന്ന് പറയുക. ഓക്കെ, we can show that a ray is infinite by drawing an arrow at one end of the ray. ഒരു എൻഡിൽ നമ്മൾ ഒരു ആരോ വരച്ചാൽ അതെന്താണ് കാണിക്കുന്നത്? which is showing it is continuing. Okay. So children, we can represent the terms, that is the geometrical terms like this. That is, this is a point, this is a line. Two arrows shows it has no endpoints. And this is line segment. Line segment has two endpoints. And this is a ray. A ray has one endpoint. Okay. Let me repeat this, children. A point has no size or shape, just position. ഒരു ലൊക്കേഷനെയാണ് പോയിന്റ് കാണിക്കുന്നത്. Here in this example, this is point M. Okay. A line is a straight path of points that has no beginning or end. A line is a straight path. It is endless. This arrow shows it is endless. It will continue. Okay. Then a line segment is a portion of a line. നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ചാൽ അതിൽ നമുക്ക് ലൈൻ സെഗ്മെൻറ്റ് മാർക്ക് ചെയ്യാൻ പറ്റും. 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിനെ PQ എന്ന് നെയിം ചെയ്യാം. സോ ദിസ് ഈസ് എ ലൈൻ സെഗ്മെൻറ്റ്. ഇവിടെ നമ്മൾ MN നെയിം ചെയ്താൽ ദിസ് ഈസ് ലൈൻ MN. അപ്പോൾ ലൈൻ MNൻ്റെ ഒരു പാർട്ടാണ്, ഒരു പോർഷനാണ് ലൈൻ സെഗ്മെൻറ്റ് PQ. അണ്ടർസ്റ്റുഡ്? ലൈൻ MNൻ്റെ ഒരു പോർഷനാണ് ലൈൻ സെഗ്മെൻറ്റ് PQ. So the difference between line segment and line is what, children? A line has no endpoints, but a line segment has two endpoints. Clear? Next is a ray. Ray is a portion of a line which has one endpoint. നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഇവിടെ ആരോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. വി നെയിം ദിസ് പോയിന്റ് ആസ് A ആൻഡ് ദിസ് ഈസ് B. ദെൻ നമ്മൾ ഈ ലൈനിന് കൊടുക്കുന്ന നെയിം XY ആണ്. സോ XY എന്നുള്ള ലൈനിൻ്റെ ഒരു പാർട്ടാണ് റേ AB. Understood? XY is a line. The part of that line is, a portion of that line is ray
എ ബി. ഓക്കെ, റേ എ ബിയുടെ എൻ പോയിൻ്റ് ഏതാണ്? എ. എ ഈസ് ദ എൻ പോയിൻ്റ് ഓഫ് റേ എ ബി. നമ്മൾ നെയിം ചെയ്യുമ്പോൾ എപ്പോഴും എൻ പോയിൻ്റ് എന്നാണ് നെയിം ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് നമ്മളിങ്ങനെ ഒരു റേ വരച്ചു, എ ബി എന്ന് നെയിം ചെയ്തു. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ വായിക്കും? റേ എ ബി. സപ്പോസ് നമ്മൾ വേറൊരു റേ കൂടെ വരച്ചു, എന്നിട്ട് ബി എ എന്ന് നെയിം ചെയ്തു. അപ്പോൾ ഇതിന് നമ്മൾ റേ ബി എ എന്നേ പറയുള്ളൂ. ഓക്കെ, സോ റേ എ ബി ഈസ് നോട്ട് ഈക്വൽ ടു റേ ബി എ, ബിക്കോസ് റേ എ ബിയിൽ ദ എൻ പോയിൻ്റ് ഈസ് എ and in ray BA the end point is B. Okay, so children, this is a point, this is a line, this is a line segment, this is a ray. Okay, these are the few terms we are using in geometry. Hope this topic is clear for you. Thank you, children. Take care.